2024 ഫെബ്രുവരി 25 സൺഡേ. ഇന്ന് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസമാണ്. കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇത്രയധികം ജനങ്ങൾ കൂടിച്ചേർന്ന് ആഘോഷിക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. എന്തായാലും ഈ തവണയാണ് അതിന് അവസരം ലഭിച്ചത്. നമ്മുടെ ഇത്തവണത്തെ പൊങ്കാല വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വെൽക്കം ആൾ. പൊങ്കാലയുടെ തലേന്ന് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. നമ്മൾ ഈ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചതും ഈ അടുപ്പ് അവിടെ കൂട്ടി വെച്ചതും തലേന്ന് തന്നെയാണ്. പൊങ്കാല ഇടാനുള്ള ചട്ടം കൂട്ടുന്നതിൻ്റെ ആദ്യം നമ്മൾ ഭഗവതിയെ തൊഴുതു. അതിനുശേഷം നമ്മൾ ഗണപതിക്ക് വെക്കുക എന്ന് പറയുന്ന ചടങ്ങാണ് ഈ ചെയ്യുന്നത്. തൂശനിലയിൽ അവിലും മലരും പഴമൊക്കെ ചേർന്നൊരു പ്രസാദവും വിളക്കും ചന്ദനത്തിരിയും പഴങ്ങളും പൂക്കളും ഒക്കെ ഒരുക്കി വെക്കുന്ന ഈ ഒരു ചടങ്ങാണ് ഗണപതിക്ക് ഒരുക്കുക എന്ന് പറയുന്നത്. രാവിലെ 10:30-ക്കാണ് ഈ തവണ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പിൽ തിരി തെളിയിക്കുന്നത്. അപ്പോൾ അതേ സമയം തന്നെയാണ് നമ്മളിവിടെയും പൊങ്കാല ഇടാനായിട്ട് തുടങ്ങേണ്ടത്. അടുപ്പും പൊങ്കാല പായസത്തിനുള്ള സാധനങ്ങളും കലവും എല്ലാം ആയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഭണ്ഡാര അടുപ്പിൽ നിന്നും പകരുന്ന തീ തന്നെയാണ് നമ്മുടെ അടുപ്പിലേക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. തീയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. വോളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് കുറേ കൂടെ സുഗമമായിട്ട് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട്. ഇങ്ങനെ പകർന്ന് കിട്ടുന്ന തീയാണ് നമ്മുടെ അടുപ്പിലോട്ട് നമ്മൾ പകരുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ കത്തിക്കുന്നതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കർപ്പൂരം ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിക്കിട്ടും. ആ ഒരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കർപ്പൂരമൊക്കെ ചേർത്ത് നമ്മുടെ അടുപ്പ് തീ കത്തി കിട്ടിയിട്ടുണ്ട്. പാൽപ്പായസമാണ് ഇത്തവണത്തെ എൻ്റെ പൊങ്കാല നിവേദ്യം. അതുകൊണ്ട് തന്നെ പാലിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ അടുപ്പ് വെച്ച കല്ലുകൾ ഒഴികെ. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് ലഭിക്കും. അടുപ്പിൻ്റെ കല്ലുകളും വിറകും കലവും തുടങ്ങി എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് വഴിയോരത്ത് വാങ്ങാനായിട്ട് ലഭിക്കും. നമുക്ക് തലേദിവസം തന്നെ വന്ന് വാങ്ങാൻ സമയമുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. മകരം കുംഭം മാസങ്ങളിൽ നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ 9ാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ഒരു ദിവസം ആദിപരാശക്തിയായ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകും എന്നാണ് വിശ്വാസം. ലക്ഷോപലക്ഷം ആളുകളാണ് കേട്ടോ ഓരോ വർഷവും പൊങ്കാല ഇടുന്നത്. ഞങ്ങളും ആയിരക്കണക്കിന് ആളുകളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് എൻ്റെ പാല് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരി ചേർക്കുകയാണ്. അരി നന്നായി വെന്ത ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. അരി വെന്ത് ഇങ്ങനെ തിളച്ച് തൂകണം. ഇങ്ങനെ അരി തിളച്ച് നമ്മുടെ അടുപ്പിലോട്ട് തൂകണം. ഇങ്ങനെ ഏത് ദിശയിലേക്ക് തൂകും അതനുസരിച്ച് പല പ്രിഡിക്ഷൻസും നടത്താറുണ്ട് കേട്ടോ. എൻ്റെത് എന്തായാലും കിഴക്കോട്ടേക്കാണ് തൂകിയിട്ടുള്ളത്. അരി നന്നായി തിളച്ച് വെന്ത ശേഷം അതിലോട്ട് പഞ്ചസാരയും നെയ്യും കശുവണ്ടിയും മുന്തിരിയും ഇതെല്ലാം ചേർത്ത് ഞാൻ എൻ്റെ പൊങ്കാല പായസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ പായസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2.5 മണിക്ക് അമ്പലത്തിൽ നിന്നും പോറ്റി വന്ന് തെളിക്കുന്നതോടുകൂടെ ഈ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ആയി. ഇതിനുശേഷം നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതിയെയും ആറ്റുകാൽ അമ്മയെയും എല്ലാം നമ്മളൊന്ന് പോയി തൊഴുതു. ഭക്തജനങ്ങളുടെ ഒരു വൻ പ്രവാഹം തന്നെയാണ് ഈ എല്ലാ അമ്പലങ്ങളിലും ഉണ്ടായിരുന്നത്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് ഭക്തജനങ്ങളുടെ ഒരു തിരക്കുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഈ ഒരു ഉത്സവം കയറിയിട്ടുണ്ട്. 1997 ഫെബ്രുവരി 23 നടന്ന പൊങ്കാലയിൽ 1.3 മില്യൺ സ്ത്രീകൾ പങ്കെടുത്തു. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത്. പിന്നീട് 2009 പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് 25 ലക്ഷം പേര് ഈ ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയധികം പേര് ഒത്തുകൂടുന്ന ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരം മൊത്തമായിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. നോക്കിയേ എന്ത് ഭംഗിയാണ് ആ നഗരത്തിൻ്റെ രാത്രിയുള്ള കാഴ്ചകൾ. ഈ ഒത്തുകൂടുന്ന ലക്ഷോപലക്ഷം ആളുകളെയൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരവും അവിടുത്തെ ജനങ്ങളും. രാത്രി കാലത്തെ ഈ ഒരു കാഴ്ച തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം തിരക്ക് ആ ഒരു നഗരത്തിൽ അന്നുണ്ടെന്ന്. അങ്ങനെ ഈ തവണത്തെ പൊങ്കാല എല്ലാവിധ അനുഗ്രഹത്തോടും സന്തോഷത്തോടും നിർവൃതിയോടും കൂടെ നമ്മൾ അർപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റു വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ജാനെക്സ്.